നമസ്കാരം. നമ്മളേവരും കാത്തിരുന്ന ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഏറെക്കുറെ മെയ് ജൂൺ മാസം വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷന്റെ മാതൃകയിൽ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നോട്ടിഫിക്കേഷന്റെ ഫീൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇനിയും പഠനം ആരംഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇനി പഠനം ആരംഭിക്കേണ്ട സമയമായി. എന്തായാലും ഒരു 4 മാസം സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 4 മാസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ നോട്ടിഫിക്കേഷനിലെ പ്രസക്തമായുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറയുന്നു. മാത്രമല്ല, പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമന്റിലും മറ്റുമൊക്കെ ആയിട്ടും വാട്സപ്പിലും ടെലഗ്രാം ചാനലിലും ഒക്കെ പല സംശയങ്ങളും ചോദിച്ചു. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി അതിന്റെ ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇത്ര ശതമാനം മാർക്ക് നിർബന്ധമാണോ, അതില്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, ഏജ് റിലാക്സേഷൻ, വിധവകൾക്ക്, അതുപോലെ തന്നെ എക്സ് സർവീസ്മാന് ഇങ്ങനത്തെ റിലാക്സേഷൻ ഒക്കെ ഈ വർഷം ഉണ്ടാവുമോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലെ പ്രസക്തമായുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിലൂടെ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ പറയുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് കടക്കാം. എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, 120 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ സിലബസ് തീർത്ത്, അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്ലാൻ എന്താണ്, എങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു 4 മാസം കൊണ്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നോട്ടിഫിക്കേഷന്റെ പ്രസക്തമായുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് അസിസ്റ്റന്റ് 39,300 തൊട്ട് 83 വരെ തന്നെയാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ 2 റിക്രൂട്ട്മെന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 4/2024 5/2024. ഇതിൽ 4/2024 4 വാക്കൻസി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2021-22 കാലഘട്ടത്തിൽ നടന്ന റിക്രൂട്ട്മെന്റിൽ അവർക്ക് ഫില്ല് ചെയ്യാൻ കഴിയാതെ പോയ ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 4/2024 എന്നുള്ള റിക്രൂട്ട്മെന്റ് നമ്പർ. അതിൽ 4 വാക്കൻസി ഉള്ളൂ. അപ്പൊ 4% റിസർവേഷൻ, 4 വാക്കൻസി. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടു ഫിൽ അപ്പ് ബാക്ക്ലോഗ് വാക്കൻസീസ് ഫോർ ദി പീരിയഡ് ഫ്രം 2021 29th of ജൂൺ തൊട്ട് 21/7/2023 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ബാക്ക്ലോഗ് വാക്കൻസി ആണ് ഇവിടെ ഫിൽ ചെയ്യപ്പെടുന്നത് പറഞ്ഞു. രണ്ടാമത്തെയാണ് 5/2024. ഇതാണ് 41 ആന്റിസിപ്പേറ്റഡ്, അതായത് 41 വാക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 50-55 വാക്കൻസീസ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൽ കൂടുതൽ വാക്കൻസീസ് എന്തായാലും ഫിൽ ചെയ്യപ്പെട്ടിരുന്നു. ഇത്തവണ 41 ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും അപേക്ഷിക്കേണ്ടത് ഈ 5/2024 എന്ന് പറയുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്പറിലോട്ടാണ്. ഇവിടെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ വരാം. ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് രണ്ടും അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്തുള്ള ഒരു പ്രശ്നം എന്തായിരിക്കും, ആ സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവർ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 ലോ വിഷൻ, 2 ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അത് എന്തൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടിസം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഫ്രം അമംഗ്സ് പേഴ്സൺസ് അണ്ടർ ക്ലോസ് എ. അപ്പൊ ഇത്രയും ആളുകൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ അവര് ഡയറക്ട് റിക്രൂട്ട്മെന്റിലും ഇതിലും കൂടെ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ മോർ ദാൻ 1 റിക്രൂട്ട്മെന്റ് ഷുഡ് നോട്ട് അപ്ലൈ സെപ്പറേറ്റ്ലി. അപ്പൊ അവര് വേറെ ആയി അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് 2 റിക്രൂട്ട്മെന്റ് നമ്പറും കൂടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് 4/2024 5/2024 നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ്, അതായത് നിങ്ങളുടെ കാൻഡിഡേച്ചറിനെ ബാധിക്കുന്നതായിരിക്കും, ക്യാൻസലേഷനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയാണ്. അപ്പോ ഇതിൽ ഒന്നാമത്തെ റിക്രൂട്ട്മെന്റ് 4/2024 പറയുന്നുണ്ട്. അതിലെ റാങ്ക് ലിസ്റ്റ് ഷാൾ റിമെയിൻ ഇൻ ഫോഴ്സ് അൺടിൽ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ്
and appointed against the vacancies earmarked for the differently abled candidates. ഇപ്പൊ 4 vacancy അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ 4 ഫിൽ ആകുന്നത് വരെ ആ ഒരു ലിസ്റ്റ് നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ രണ്ടാമത് 5/2024 എന്ന് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് എടുത്തു പറയുന്നു മിനിമം 1 year ആണ് ഇതിന്റെ കാലാവധി, മിനിമം 1 year. അല്ലെങ്കിൽ പുതിയൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ 2 വർഷമോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, വിച്ച് ഈസ് ഏർലിയർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാക്സിമം 2 വർഷമാണ് ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ പി എസ് സി ലിസ്റ്റുകളൊക്കെ ആണെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 3 വർഷം, ഫോഴ്സുകളൊക്കെ ആണെങ്കിൽ 1 വർഷം, മറ്റുള്ള തസ്തികളൊക്കെ ആണെങ്കിൽ LDC പോലെ തസ്തികളൊക്കെ ആണെങ്കിൽ 3 വർഷമാണ് ഉണ്ടാവാറ്. അപ്പൊ ഇവിടെ 1 വർഷം മിനിമം, 2 വർഷം മാക്സിമം ആണ് ഇതിന്റെ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സാധാരണഗതിയിൽ 2 വർഷം കൂടുമ്പോൾ തന്നെയാണ് പരീക്ഷ ഉണ്ടാവാറും. 2021 കഴിഞ്ഞ വർഷത്തോളം നോട്ടിഫിക്കേഷൻ വന്ന്, 22 പരീക്ഷ, 2024 വീണ്ടും പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നു, പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റിൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പല ഉദ്യോഗാർത്ഥികളും സംശയമായിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 1988 ഓക്കെ ജാനുവരി മാസം 2-ാം തീയതിക്കിടയിലും 2006 ജാനുവരി മാസം 1-ാം തീയതിക്കിടയിലും ജനിച്ച ആളുകൾ, ബോത്ത് ഡേയ്സ് ആർ ഇൻക്ലൂസീവ്, 2 ഡേയും ഉൾപ്പെടെ ഈ 2 ദിവസങ്ങളിൽ ജനിച്ച ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ PSC പരീക്ഷകളൊക്കെ പോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഒക്കെ നിയമപ്രകാരമുള്ള ആ റിലാക്സേഷൻ അവരുടെ ഏജ് ലിമിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ PSC പരീക്ഷ പോലെ തന്നെയാണ്. ഓക്കെ, 88 തൊട്ട് 2006 വരെ ജനറൽ കാറ്റഗറിയും ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ 5 വർഷം SC STക്കും 3 വർഷം OBCക്കും കൊടുക്കുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ, ഈ ക്വാളിഫിക്കേഷൻ കാര്യത്തിലാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ എനി ഡിഗ്രി എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 50% മാർക്കോടെയുള്ള ഡിഗ്രി. ഓക്കെ, അതായത് ലീസ്റ്റ് 50% വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി or law degree awarded or recognized by any of the universities in Kerala. കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓക്കെ ഗ്രാജുവേഷൻ ഡിഗ്രി വിത്ത് 50% മാർക്ക്, 50% മാർക്ക് വേണം. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 49.5% മാർക്ക് ഉണ്ട്. ആ ആളുടെ പെർസെൻറ്റേജിന് റൗണ്ട് ഓഫ് ചെയ്ത് 50% കണക്കാക്കാൻ സാധിക്കുകയില്ല. 49.5% മാർക്കുള്ള ഒരു വ്യക്തിക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. വിച്ച് മീൻസ് 50% നിങ്ങൾക്ക് ഓക്കെ 50% നിങ്ങൾക്ക് തികച്ചും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എലിജിബിൾ ആണ്. അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിന് താഴെ എത്ര താഴെയായാലും, അത് 0.1% ആയാലും റൗണ്ട് ഓഫ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലുള്ള നോളജ് എന്നുള്ളത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സിലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മുമ്പ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് സിലക്ഷൻ പ്രോസസ് എന്നുള്ളത്. 3 ഘട്ടമായിട്ടാണ്. ആദ്യത്തെ ഘട്ടത്തിൽ OMR-ഉം അതായത് ഒബ്ജക്റ്റീവ് പരീക്ഷയും ഡിസ്ക്രിപ്റ്റീവും കൂടെ ഒരുമിച്ച് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ്. പിന്നെ 3-ാമത്തെ ഘട്ടത്തിൽ ഇന്റർവ്യൂ. ഇതാണ് മൊത്തം പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ, പിന്നെ 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ. ഓക്കെ, 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ 75 മിനിറ്റ് ആണ്. 60 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ 60 മിനിറ്റ് ആണ്. ഓക്കെ, ഇതിന് ശേഷമാണ് പിന്നെ ഇന്റർവ്യൂ വരുന്നത്. 10 മാർക്കാണ് ഇന്റർവ്യൂ. ഓക്കെ, അത് പിന്നീടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്, മോഡ് ഓഫ് സിലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അവർ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഉണ്ടാവാം. 1/4 ആണ് അതിന്റെ ഒരു നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 75 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 മാർക്ക് ഇംഗ്ലീഷും 40 മാർക്ക് GK, 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിംഗ്. അതിൽ GKയുടെ സിലബസിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് പോലെ തന്നെയാണ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ GK ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എന്തായിരുന്നു, ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്ന് കൂടുതൽ ചോദിച്ചു എന്നൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മാത്സ് ആൻഡ് റീസണിംഗിന് 10 മാർക്ക്. ഇതാണ് ഒരു ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിന്റെ 50 മാർക്ക്, ഈ 50 മാർക്കിൽ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ, അതായത് 40-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ 3 എടുത്ത് പറയുന്നുണ്ട്. 60 മാർക്കാണ്, 60 മിനിറ്റ് ആണ്. പ്രസി, കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേസ്. ഓക്കെ, 250 വേർഡ്സിന്റെ ഷോർട്ട് എസ്സേസ് ഉണ്ടാവും. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, അതായത് ഒരു പാസേജ് തരുന്നു, ക്വസ്റ്റ്യൻസ് തരുന്നു, ആൻസർ ചെയ്യുന്നു. പിന്നെ പ്രസി റൈറ്റിംഗ്, വലിയൊരു ആർട്ടിക്കിൾ തരുന്നു അല്ലെങ്കിൽ വലിയൊരു പാരഗ്രാഫ് തരുന്നു, അതിന് നമ്മൾ സമ്മറൈസ് ചെയ്ത് അതിന്റെ ആശയം മാറാത്ത രീതിയിൽ ആശയത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അതിനെ ചുരുക്കി എഴുതുന്നതാണ് പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർവ്യൂ 10 മാർക്കിനാണ്. ഓക്കെ, ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദ മിനിമം മാർക്സ് ഫോർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദി റാങ്ക് ലിസ്റ്റ് വിൽ ബി 35% ഇൻ ഇന്റർവ്യൂ. അപ്പോൾ 35% ഇന്റർവ്യൂവിൽ മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നത്, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നത്.
ഇനി ഇവിടെ എല്ലാവരുടെയും ഒരു സംശയമാണ്, നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവിന്റെയും ഒബ്ജക്റ്റീവിന്റെയും കൂടെ മാർക്ക് കൂട്ടിയിട്ടാണോ നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? കാരണം ഇന്റർവ്യൂ സെപ്പറേറ്റ്ലി ആണല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത് എന്നുള്ളത് അതിന് നോട്ടിഫിക്കേഷൻ എടുത്തു പറയുന്നുണ്ട്. The minimum marks for being included in the short list of candidates to be called for interview will be 40% in the objective test. അതായത് നിങ്ങൾ എഴുതുന്ന 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ 40% മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എലിജിബിൾ ആയിരിക്കുന്നത്. എന്നിട്ട് താഴെ പറയുന്നു, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് പേപ്പർ ഓഫ് ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് who are eligible to be included in the short list of candidates to be called for the interview will only be evaluated. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 40% മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെന്ന് പറഞ്ഞില്ലേ, അത്തരത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എന്ത് മാത്രമേ നോക്കുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമേ വാല്യുവേഷൻ ചെയ്യുകയുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് പേപ്പറും ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ടല്ല നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഷോർട്ട് ലിസ്റ്റിന്റെ മാനദണ്ഡം എന്താണ്? ഷോർട്ട് ലിസ്റ്റിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പൊ ഏറ്റവും പ്രാധാന്യം ഏതിനാണ്? ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് തന്നെയാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് 40% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. ഓക്കെ, പിന്നെ ഷോർട്ട് ലിസ്റ്റിന് ശേഷം ഇന്റർവ്യൂ നടക്കും. ഇതാണ് അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടെ സ്കോർ ക്ലബ് ചെയ്ത് അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനൊരു സിലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫീ ആണ്. കഴിഞ്ഞ തവണ 450 460 എങ്ങാണ്ടായിരുന്നു അപ്ലിക്കേഷൻ ഫീ. ഇത്തവണത് 500 തികച്ചിട്ടുണ്ട്. 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെടുത്ത് പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, unemployed, differently abled candidates with benchmark disabilities are exempted from payment of application fee. Okay, അപ്പോൾ ഈ പറയുന്ന ആളുകൾ മാത്രം SC ST കാൻഡിഡേറ്റ്സും പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് കാൻഡിഡേറ്റ്സും ഓക്കെ അവർക്കാണ് ഈ ഒരു ഫീ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഫീ അടയ്ക്കേണ്ടതാണ്. 500 രൂപയാണ് ഫീ. ഓക്കെ, ഈ ഫീ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും അടക്കാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് ലഭ്യമാകുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 ഡേറ്റ്സ് ആണ്. ഒന്നാമത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ്. അപ്പോൾ നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 3/4/2024 ഏപ്രിൽ 3-ാം തീയതി തൊട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റിന്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന്റെയും അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 2/5/2024 ആണ്. ഇനി ആരെങ്കിലും ഓഫ്ലൈൻ മോഡ് വഴിയാണ് പേയ്മെന്റ് അടക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ്. അപ്പോൾ ഓഫ്ലൈൻ വഴി പേയ്മെന്റ് അടക്കേണ്ട തീയതി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6/5/2024. അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം മെയ് മാസം 6-ാം തീയതി തൊട്ടാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയായിട്ടുള്ള പേയ്മെന്റ് അടക്കാൻ സാധിക്കുന്നത്. ഓഫ്ലൈൻ വഴി പേയ്മെന്റ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ 10/5/2024 ആണ്. എന്തായാലും മെയ് മാസം 10-ാം തീയതിയോടുകൂടി മൊത്തം പ്രോസസ് ക്ലോസ് ആവുകയാണ്. അതിനു മുമ്പ് 2/5/2024 തന്നെ നിങ്ങളുടെ ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷകളും പേയ്മെന്റ് എല്ലാം ക്ലോസ് ആവുന്നുണ്ട്. 10-ാം തീയതിയോട് കൂടിയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് പ്രോസസ്സും അപേക്ഷകളും ക്ലോസ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റ്സ് എല്ലാവരും ഓർത്തിരിക്കാം. വരുന്ന ബുധനാഴ്ചയാണ് 3-ാം തീയതി എന്ന് തോന്നുന്നു. 3-ാം തീയതിയുടെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി വരെ വെയിറ്റ് ചെയ്യരുതും. തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 500 രൂപയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓൺലൈൻ ആയിട്ട് അടക്കുന്ന ആളുകളാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഈ ഒരു ഓൺലൈൻ പ്രോസസിന്റെ ഭാഗമായിട്ട് അപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതിന്റെ ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവിടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാവരും ആദ്യം അത് പൂർത്തിയാക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗം. ഇനി നമ്മൾ ഈ അപേക്ഷ സമർപ്പിച്ചത് മുതൽ നമുക്ക് ഏറെക്കുറെ 4 മാസം സമയം നമുക്ക് പഠിക്കാൻ കിട്ടും. ഈ 4 മാസം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ തൊട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന 4 മാസം. ഈ 4 മാസം കൊണ്ട് എങ്ങനെ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷ നമുക്ക് ക്ലിയർ ചെയ്യാം. 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. ഈ 120 ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ എനിക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ഞാൻ എത്രത്തോളം പ്രാധാന്യം നൽകണം, ഇംഗ്ലീഷ് ഞാൻ ദിവസവും എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പഠിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനോട് നോക്കാൻ പോകുന്നത്. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി നമ്മൾ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീമിയം കോഴ്സും സിൽവർ കോഴ്സും അതുപോലെ തന്നെ ഗോൾഡ് മെമ്പർഷിപ്പ് അടക്കമുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി കുട്ടികൾ ജോയിൻ ചെയ്ത് നമ്മൾ അതിന്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും ആവശ്യമില്ലാത്ത കുട്ടികൾക്ക്, അതായത് ഡിസ്ക്രിപ്റ്റീവിന്റെ കോച്ചിങ് മാത്രം ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് കോച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെയാണ് ചലഞ്ചർ ആപ്പിൽ ഈ ഒരു ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ
കോച്ചിങ് നടക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. ഓൾറെഡി ആപ്പിന്റെ ഹോം പേജിൽ ഹൈക്കോഡ് അസിസ്റ്റന്റിന്റെ ഒരു കാർഡ് ലഭ്യമാണ്. അല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കോഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക്, ബാച്ച്, പരീക്ഷകൾ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഈ ടോപ്പിക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് ഹൈക്കോഡ് അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഒരു ചോദ്യപേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയ സിലബസ്, അതിൽ ഇംഗ്ലീഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സിലബസിനെ എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. ഓരോ ടോപ്പിക്കിനകത്തും, അത് GK ആവട്ടെ, മാത്സ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ഓരോ ടോപ്പിക്കിനകത്തും അതുമായി പഠിക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ, അതിനോടനുബന്ധിച്ചുള്ള നോട്ടുകൾ, പരിശീലിക്കാനുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട്സ് ഇംഗ്ലീഷിലാണ്, ക്വിസ് ഇംഗ്ലീഷിലാണ്, വീഡിയോ ക്ലാസ്സുകൾ മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ പോലും ഇംഗ്ലീഷ് മലയാളം കൂടി കൂട്ടിച്ചേർന്നിട്ടുള്ള സ്ലൈഡുകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള സ്ലൈഡോ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഇത്തരത്തിൽ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത്തരത്തിലെല്ലാം ലഭ്യമാകുന്നതായിരിക്കും. ഇനി ബാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ Day 1, Day 2 ഓർഡറിൽ ഓരോ ദിവസം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ഷെഡ്യൂൾ ആക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്തുള്ള മുഴുവൻ വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും എല്ലാം നമ്മൾ ഒരു ഷെഡ്യൂൾ ആക്കിയോടെ നൽകിയിരിക്കുന്നതാണ് ഈ ബാച്ച് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 120 ഡേയ്സിന്റെ ഷെഡ്യൂൾ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ 120 ഡേയ്സിന്റെ ഷെഡ്യൂൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഈ പരീക്ഷ ക്ലിയർ ആവാൻ. അതിൽ വൊക്കാബുലറി പഠിക്കാനുണ്ടാവും, ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാനുണ്ടാവും, അതുപോലെ തന്നെ ആണെങ്കിൽ കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ടാവും, അതുപോലെ തന്നെ ആണെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, അവിടെ നോട്ട്സ് ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും, വീക്ക്ലി മോഡൽ എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആണെങ്കിൽ ടോപ്പിക് എക്സാമുകൾ ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ Day 1, Day 2, Day 3 ഓർഡറാണ് കൊടുത്തിട്ടുണ്ടാവുക. 120 ഡേയ്സ് വരെ ഉണ്ടാവും. ഈ 120 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ സിലബസ് നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. മാത്രമല്ല റിവിഷൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ തന്നെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് എക്സാം എന്ന് പറയുന്നത്. ആ എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് 2 ഓപ്ഷൻ ഉണ്ട്. പ്രീവിയസ് ഇയർ എക്സാംസ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്. പ്രീവിയസ് ഇയർ എക്സാംസ് നോക്കി കഴിഞ്ഞ 4 തവണയായി നടന്ന വിവിധ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ളതാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത്. ഈ മോക്ക് എക്സാമിലാണെങ്കിൽ മൊത്തം 50 മോക്ക് എക്സാം, അതായത് ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാതൃകയിൽ ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയുടെ മാതൃകയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന 50 മാതൃകാ പരീക്ഷകൾ. ഈ 50 മാതൃകാ പരീക്ഷ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഓരോ ദിവസവും നമ്മൾ മോഡൽ എക്സാംസ് ഉണ്ടാക്കുന്നതായിരിക്കും. ആപ്പിൽ നമ്മൾ ഡെയിലി എക്സാം റിലീസ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം ഇവിടെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി നമുക്ക് 50 എക്സാംസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനിയും ഓരോ ദിവസവും എക്സാം ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത്രയും പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാണ്, സിലബസ് ഓറിയന്റഡ് ആണ്. 50 മാർക്ക് ഇംഗ്ലീഷും 40 മാർക്ക് GK, 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിംഗ്, ഈ വെയിറ്റേജിൽ തന്നെയാണ് നമ്മൾ ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരീക്ഷ എഴുതുന്ന രീതിയിൽ, ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പരീക്ഷ എഴുതുന്ന രീതിയിൽ ആ ഒരു ഫീലോട് കൂടി നിങ്ങൾക്ക് ഈ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പ്രീവിയസ് ഇയർ എക്സാംസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന യൂസേഴ്സിന് അല്ലെങ്കിൽ കോംബോ പാക്ക് എടുക്കുന്ന യൂസേഴ്സിന് ഇതിന് പുറമെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന്റെ കോച്ചിങ് കൂടെ നൽകുന്നുണ്ട്. നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ് 5 സ്റ്റെപ്പാണ്, 5 സ്റ്റെപ്സ് കോച്ചിങ് ആണ്. ഈ 5 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിസി റൈറ്റിംഗ് ഉണ്ട്, റീഡിംഗ് കോമ്പ്രഹെൻഷൻ ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്. ഈ 3 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് ഒരു 5 സ്റ്റെപ്സിലൂടെയാണ്. എന്താണ് ആ സ്റ്റെപ്സ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ റിലീസ് ആണ്. ക്വസ്റ്റ്യൻ റിലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൺഡേ എല്ലാ തിങ്കളാഴ്ച നിങ്ങൾക്ക് നമ്മൾ പ്രിസി റൈറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്തായിരുന്നു. നിങ്ങൾ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ജോയിൻ ചെയ്ത യൂസേഴ്സ് എല്ലാം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിശ്ചിത സമയം നമ്മൾ തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം പറയും. ആ പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതി അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഷെയറിംഗ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. യൂസേഴ്സ് ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസേഴ്സ് വൈറ്റ് പേപ്പറിൽ A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് ഈ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇംഗ്ലീഷ് മെന്റർ, ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ്ങിന് വേണ്ടി മാത്രമുള്ള നമ്മുടെ ഇംഗ്ലീഷ് മെന്റർ, ഇംഗ്ലീഷ് കോച്ച് ആണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അദ്ദേഹം അതിന്റെ സ്കോർ ഇട്ട് ആ സ്കോർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അദ്ദേഹം നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിന്റെ കോച്ചിങ് നടക്കുന്നത്. ഈ 5 സ്റ്റെപ്സിന്റെ പ്രത്യേകത വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ സിസ്റ്റം റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ റിലീസ് ചെയ്യുന്നു, നെക്സ്റ്റ് നിങ്ങൾ അതിന്റെ ആൻസർ എഴുതുന്നു, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, അതിന്റെ സ്കോർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെയാണെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നു. അടുത്ത എക്സാമിന് സമയത്ത് ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണ്ട മാറ്റങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ വരുത്തുന്നു. അങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും
ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടം വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവിന് ശേഷം ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഹൈക്കോർട്ടിലെ ഇന്റർവ്യൂ പോലെ തന്നെ ഒരു ഇന്റർവ്യൂ പാനലിനൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂ നൽകുന്നത്. അത് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. എന്തായാലും ആദ്യത്തെ 2 ഘട്ടങ്ങൾ, ആദ്യത്തെ ഈ 2 കടമ്പ, അതായത് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും നമ്മൾ കടന്നുകൂടുക എന്നുള്ളതാണ് ഇതിനൊരു മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നുള്ളൂ. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ക്ലിയർ ആവാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഈ 120 ഡേയ്സിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗത്തിലും ഞാൻ ചലഞ്ചർ ആപ്പിന്റെ ഈ 120 ഡേയ്സ് ഷെഡ്യൂളിന്റെ ഈ ഒരു കോച്ചിങ്ങിലോട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചർ ആപ്പിന്റെ ഒരു HCA കോഴ്സിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താഴെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വൈകിക്കരുത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി സമയമുണ്ടെന്ന് ആരും വിചാരിക്കരുത്. PSC പരീക്ഷകളെ പോലെ നീണ്ടു പോകുന്ന ഒരു പരീക്ഷയല്ല ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷ. മാക്സിമം 4 മാസം മാത്രമേ സമയം കിട്ടുള്ളൂ. ആ 4 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ നടക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.